എൻ മകജെ എന്ന നോവലിൻ്റെ കർത്താവ് ആര്? അംബികാസൂദൻ മാങ്ങാട്, എം മുകുന്ദൻ, ആനന്ദ്, സന്തോഷ് ഏച്ചിക്കാനം. എൻ മകജെ എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, അംബികാസൂദൻ മാങ്ങാട്. അംബികാസൂദൻ മാങ്ങാട്. കോവിലൻ എന്നത് ആരുടെ തൂലികാനാമമാണ്? കോവിലൻ എന്നത് ആരുടെ തൂലികാനാമമാണ്? അയ്യപ്പ പണിക്കർ, എൻ എസ് മാധവൻ, വി വി അയ്യപ്പൻ, എം പി അപ്പൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, വി വി അയ്യപ്പൻ. വി വി അയ്യപ്പൻ്റെ തൂലികാനാമമാണ് കോവിലൻ. 2011 മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2011 മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫ്, എം ടി വാസുദേവൻ നായർ, സുഗതകുമാരി, വി ആർ സുധീഷ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, 2011 മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ചത് സാറ ജോസഫിനാണ്. പാപത്തറ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. മലയാളത്തിൽ സമാനമായ പഴഞ്ചൊല്ല് ഏത്? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നതിന് സമാനമായ മലയാളം പഴഞ്ചൊല്ല്. അതിമോഹം ചക്രം ചവിട്ടും, പയ്യെ തിന്നാൽ പനയും തിന്നാം, മിന്നുന്നതെല്ലാം പൊന്നല്ല, അടി തെറ്റിയാൽ ആനയും വീഴും. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നതിൻ്റെ സമാനമായ പഴഞ്ചൊല്ല് ഉത്തരം ഓപ്ഷൻ ബി ആണ്, പയ്യെ തിന്നാൽ പനയും തിന്നാം. പയ്യെ തിന്നാൽ പനയും തിന്നാം. മലയാളത്തിൽ അർത്ഥമെന്ത്? പാസ്ഡ് അവേ. പാസ്ഡ് അവേ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാള അർത്ഥമെന്ത്? നടന്നുപോയി, വന്നുപോയി, മറന്നുപോയി, മരിച്ചുപോയി. പാസ്ഡ് അവേ എന്നതിൻ്റെ മലയാള അർത്ഥം എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മരിച്ചുപോയി. മരിച്ചുപോയി എന്നതിൻ്റെ ഇംഗ്ലീഷാണ് പാസ്ഡ് അവേ. സാമാന്യനാമത്തിന് ഉദാഹരണം ഏത്? സാമാന്യനാമത്തിന് ഉദാഹരണം ഏത്? മാവ്, മഞ്ഞ്, മരം, മഴു. ഉത്തരം ഓപ്ഷൻ സി ആണ്, മരം. സാമാന്യനാമത്തിന് ഉദാഹരണം ഉത്തരം ഓപ്ഷൻ സി, മരം. മരം ആണ്. വാഴയില എന്ന പദം ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? വാഴയില എന്ന പദം ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? ആഗമസന്ധി, ആദേശസന്ധി, ദ്വിത്വസന്ധി, ലോപസന്ധി. വാഴയില എന്ന പദം ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആഗമസന്ധി. വാഴയില എന്ന് എഴുതുമ്പോൾ വാഴ പ്ലസ് ഇല എന്നാണ്. അപ്പോൾ വാഴയില എന്ന് എഴുതുമ്പോൾ യാ എന്ന കാരകം വരുന്നുണ്ട്. യാ എന്ന കാരകം ആഗമിച്ചത് കൊണ്ട് തന്നെ അതിന് ആഗമസന്ധി എന്ന് പറയും. അതുകൊണ്ടാണ് വാഴയില ആഗമസന്ധി വരുന്നത്. ശരിയല്ലാത്ത പ്രയോഗം ഏത്? ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്തിരിക്കണം, ഓരോ ആളുകളും അവരവരുടെ സ്ഥാനത്തിരിക്കണം, ഓരോ ആളും അവരവരുടെ സ്ഥാനത്തിരിക്കണം, എല്ലാവരും അവരവരുടെ സ്ഥാനത്തിരിക്കണം. ഇതിൽ ശരിയല്ലാത്ത പ്രയോഗം ഏതാണ്? ശരിയായ പദം ഏത്? ശരിയായ പദം ഏത്? ദശരഥൻ. ദശരഥൻ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദശരഥൻ. ഓപ്ഷൻ ഡിയിൽ കാണുന്ന പോലെയാണ് ദശരഥൻ എന്ന് എഴുതുക. ഓക്കെ, ഓപ്ഷൻ ഡി. ദശരഥൻ എഴുതുമ്പോൾ ഓപ്ഷൻ ഡി കാണുന്ന അതേപോലെയാണ് എഴുതേണ്ടത്. അടുത്തത് അർത്ഥം എഴുതുക. വിസ്മൃതി എന്നതിൻ്റെ അർത്ഥം തിരിച്ചറിവ്, ബോധം, മറവി, ഓർമ്മ. വിസ്മൃതി എന്നതിൻ്റെ അർത്ഥം മറവി. ഓപ്ഷൻ സി, മറവി. വിസ്മൃതി എന്ന് പറഞ്ഞാൽ മറവി എന്നാണ് അർത്ഥം.